श्रीगुरुभ्यो नमः। योऽन्तःप्रविश्य मम वाचमिमं प्रसुप्तां सञ्जीवयति अखिलशक्तिधरस्वधाम्नां अन्यांश्च हस्तचरणश्रवणत्वगादीं प्राणां नमो भगवते पुरुषाय तुभ्यम्. എൻ്റെ ടീച്ചർ ജയലക്ഷ്മി ടീച്ചറിനും ലക്ഷ്മണ മാമാവിനും നിങ്ങളിലെല്ലാവരും മിന്നിത്തിളങ്ങുന്ന ആ ഉണ്ണിക്കണ്ണനും നമസ്കാരം. മനസ്സിനെല്ലാം പോയി. പ്രജേജസ്സുകളുടെ പുത്രനായ ദക്ഷൻ തൻ്റെ പ്രജാസൃഷ്ടി വേണ്ട പോലെ ആയില്ല എന്ന് കരുതിയിട്ട് ആ വിന്ധ്യയുടെ താഴ്വരയിലുള്ള പർവ്വതത്തിൽ പോയിട്ട് ഹംസഗുഹ്യം സ്തോത്രം കൊണ്ട് ഭഗവാനെ സ്തുതിക്കുകയാണ്. ആ സ്തുതിയാണ് നമുക്കിവിടെ നോക്കേണ്ടതായിട്ടുള്ളത്, എനിക്ക് പറയാനായിട്ടുള്ളത്. അത് ഭാഗവതത്തിലെ 6-ാമത്തെ സ്കന്ധത്തില് 4-ാമത്തെ അധ്യായത്തില് 23 തൊട്ട് 34 വരെയുള്ള ശ്ലോകങ്ങളാണ്. അപ്പോൾ ഹംസഗുഹ്യം എന്ന് പറയുമ്പോൾ ഹംസം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയണം, നമുക്കറിയാം. അത് എന്തിൻ്റെയാണ്? വിശുദ്ധിയുടെ, ജ്ഞാനത്തിൻ്റെയൊക്കെ പ്രതീകമാണ്. അതുമാതിരി ഗുഹ്യം എന്ന് പറഞ്ഞാൽ രഹസ്യം. ഇവിടെ രഹസ്യം എന്നോ അല്ലെങ്കിൽ പറയാൻ പാടില്ലാത്തതോ എന്നുള്ള മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത്. അതായത് എന്തിനാണ് മുട്ട്? ബുദ്ധിക്കാണ് മുട്ട്. അത് ബുദ്ധി കൊണ്ടല്ല മനസ്സിലാക്കേണ്ടത്, മനസ്സുകൊണ്ടാണ് മനസ്സിലാക്കേണ്ടത് എന്ന് പറയണ ഹംസഗുഹ്യ സ്തോത്രമാണ് നമുക്ക് നോക്കേണ്ടത്. അതില് കാകം പറന്നു പുനരന്നങ്ങൾ പോയ വഴി പോകുന്ന പോലെ ഹരിനാരായണായ നമ. ഇപ്പൊ നമ്മുടെ ചൂജിയെ കേട്ടത് കാരണം ആ എന്താ പറയാ, ഹരിനാമ കീർത്തനത്തിന്റെ ഒരു ഹാങ് ഓവർ ഉണ്ട്. അപ്പൊ ഈ കാകൻ പോയ വഴി, അരണ്യങ്ങൾ പോയ വഴിയില് കാകന് പോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള, പക്ഷേ എപ്പോൾ പോകാൻ പറ്റും? ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ കാകനും പറക്കാൻ പറ്റും. അതുകൊണ്ട് ഭഗവാനെ എന്നാണ് തുഞ്ചത്താചാര്യൻ പ്രാർത്ഥിക്കണം. അതുപോലെ ഇവിടെ ദക്ഷനും പ്രാർത്ഥിക്കുകയാണ്, എന്നെയും അതുപോലെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കണത്. അപ്പൊ ആദ്യം നോക്കാം. നമ പരായ വിദദാനുഭൂതേ ഗുണത്രയാഭാസ നിമിത്ത ബന്ധവേ അദൃഷ്ടധാന്യേ ഗുണദശ്ച ബുദ്ധിഭീഹി നിവൃത്തമാനായ ദദാ സ്വയംഭുവേ. നമ പരായ, ആ പരമപുരുഷനായിക്കൊണ്ട് നമസ്കാരം. ആ വിദദാനുഭൂതയെ, സത്യമായ ചിശക്തിയോട് കൂടിയവനും ഗുണത്രയാഭാസ നിമിത്ത ബന്ധവേ, സത്വരജ തമോ ഗുണങ്ങൾ കൊണ്ട് ആഭാസിക്കുന്ന, പ്രകാശിക്കുന്ന, എന്താണ് അതിന് നിമിത്തമായിരിക്കുന്ന പ്രകൃതിക്ക് ബന്ധുവായിരിക്കണവും ദേഹേന്ദ്രിയാദികളില് ബുദ്ധിയുള്ളവരാല് അദൃഷ്ടധാന്യേ, അതായത് കാണപ്പെടാത്തവനും എല്ലാത്തിലും വേറിട്ട് നിൽക്കുന്നതുമായ സ്വയംഭുവേ. സ്വയംഭുവേ എന്ന് വെച്ചാൽ ആരും കാര്യമോ കാരണമോ ആകാതെ സ്വയം ഉണ്ടായവനാണ്. അതാണ് ബ്രഹ്മം. അതാണ് നമ്മൾ പറയുന്ന ഓങ്കാരമായ പൊരുൾ, അല്ലെ? ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായത്. അത് ഞാൻ വിശദീകരിക്കാൻ സമയമില്ല, അപ്പൊ അടുത്തേക്ക് പോവാം. നയസ്യ സഖ്യം പുരുഷോ വൈത്തി സഖ്യുഹു സഖാവസൻ സംവദ പുരേസ്മിൻ ഗുണായതോ ഗുണിനോ വൃത്തദൃഷ്ടേഹേ തസ്മൈ മഹേശായ നമസ്കരോമി. അസ്മിൻ പുരേ, ഈ ശരീരത്തിൽ വസിക്കുന്ന ആരാണ്? സഖ്യു. നമ്മൾ ഭാഗവതത്തിൽ ഇത് എന്താ പറയാ, സഖ്യു, സഖാവായ പുരുഷനെ അവയത്തി അറിയുന്നില്ല. അതായത് ഈ ജീവൻ തനിക്ക് മോക്ഷത്തെയും ഭോഗത്തെയും നല്ല ആ പരമ സുഹൃത്ത് ചെയ്യുന്ന സഹായത്തെ അറിയുന്നില്ല. ഏതുപോലെ? ഇന്ദ്രിയങ്ങളെ വിഷയങ്ങൾ അറിയാത്തതുപോലെ. പക്ഷേ ഇന്ദ്രിയങ്ങൾക്ക് വിഷയത്തിനെ അറിയാം. അതായത് ഈ കണ്ണാവുന്ന ഈ ചക്ഷുഷ് കൊണ്ട്, ഇന്ദ്രിയം കൊണ്ട് എനിക്ക് വിളക്കിനെ കാണാം, പക്ഷെ വിളക്കിന് എന്നെ കാണാൻ പറ്റില്ല എന്ന് പറയണ മാതിരി ഈ ജീവന് പരമാത്മാവിനെ അറിയാൻ പറ്റണില്ല. അതാണ് നമ്മൾ പുരഞ്ജനോപാഖ്യാനത്തിലും കണ്ടതല്ലേ? അവിജ്ഞാത സഖാ കൂടെ ഉണ്ടായിരുന്നു. അവിജ്ഞാത സഖാവിനെ അറിയാതെ ആ പുരഞ്ജനന്റെ, അതായത് ജീവാത്മാവിന്റെ യാത്രയും അതുകൊണ്ടുണ്ടായ ബുദ്ധിമുട്ടും ഒക്കെ നമ്മൾ കണ്ടു. ഇനി ദേവോ സവോഷോ മനവോ ഭൂതമാത്ര നാത്മാനമന്യം ച വിദുപരം യത് സർവം പുമാൻ വേദ ഗുണാം ച തജ്ഞോ ന വേദ സജ്ഞം അനന്തമീശേ. ഈ ദേഹം, പ്രാണൻ, ഇന്ദ്രിയങ്ങള്, അന്ധകരണം, പഞ്ചഭൂതങ്ങള്, പഞ്ചതന്മാത്രകള്, ഇവ അവരുടെ സ്വരൂപത്തെയും അവയിൽ വസിക്കുന്ന ദേവതകളെയും അവയിൽ ഭിന്നമായിരിക്കുന്ന ജീവനെയും അറിയുന്നില്ല. പക്ഷേ ഈ ജീവൻ അത് പക്ഷെ മനസ്സിലാക്കാത്തത് ജഡമായതുകൊണ്ടാണ്. അതായത് നമ്മളൊക്കെ ജഡം തന്നെയാണ്. ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത് അതിലെ സ്വരൂപം ഉള്ളത് കൊണ്ടാണ്. പക്ഷെ ഇത്
പക്ഷേ പരമാത്മാവിനെ അറിയണില്ല. പക്ഷേ ഈ ജീവൻ ഈ പറഞ്ഞു പോലെ ഈ ജഡവസ്തുക്കളെയൊക്കെ അറിയണു. അതിനെന്താണ് കാരണം? ഒന്നായ നിന്നെ അവർ കണ്ടായ വിട്ടൽ അല്ലെ? അപ്പൊ ഈ ശരീരം ഞാൻ എന്താണ്? ബ്രഹ്മമല്ല, ശരീരമാണ് എന്നുള്ള തെറ്റിദ്ധാരണ, അതാണ് ഇവിടെ പറഞ്ഞ ആ ഇണ്ടൽ. യതോ പരാമോ മനസോ രാമരൂപ രൂപസ്യ ദൃഷ്ട ശ്രുതി സംപ്രമോഷ യനീയതേ കേവലയാ സുസംസ്ഥയാ ഹംസായ തസ്മൈ ശ്രുതി സത്മനേ നമഃ. എപ്പോഴാണ് ഈ ജീവന് ഭഗവത് സാക്ഷാത്കാരം ഉണ്ടായതെന്ന് പറയണം. സ്വയം പ്രകാശമായ ഭഗവാൻ ഈ ശരീരത്തിൽ വസിക്കുന്നുവെങ്കിലും അറിയപ്പെടാതെ ഇരിക്കുന്നത് മനസ്സിന്റെ ചലനം കൊണ്ടാണ്. ഇത് ഫസ്റ്റ് ഡേ ലക്ഷ്മണമാമ പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അർത്ഥാനരാദികളിലൊക്കെ ദഹിക്കും ഒരു കണ്ണിനു കണ്ണ്, മനമാകുന്നൊരു കണ്ണ്, കണ്ണായിരുന്ന ഒരു താനെന്നരിക്കും ഒരു ആനന്ദമെന്തു ഹരി. അതായത് ഈ സൂര്യനെയും ചന്ദ്രനെയും കാണുന്ന ഈ കണ്ണുണ്ടല്ലോ, ഇതിന്റെ പുറകിലും ഒരു കണ്ണുണ്ട്. നമ്മൾ ഉറങ്ങുമ്പോൾ സുഷുപ്തിയില് എല്ലാം കളർഫുൾ ആയിട്ട് തന്നെ കണ്ടു. അതിന് പുറകില് സുഷുപ്തിയില് നമ്മൾ ഒന്നും കണ്ടില്ല, ഒന്നും മണത്തില്ല, ഒന്നും രസിച്ചില്ല. പക്ഷേ ആ ആനന്ദ സ്വരൂപത്തിനെ കാണണ്ട, പക്ഷെ നമ്മൾ അറിയണില്ല. അത് രാവിലെ എണീക്കുമ്പോൾ നമ്മൾ എന്ത് പറയുന്നു? സുഖമായി ഉറങ്ങിയെന്ന് പറയുന്നു. എത്ര മനസ്സിനാകട്ടെ ശരീരത്തിനാകട്ടെ എത്ര ദുഃഖം ഉണ്ടെങ്കിലും നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം പറയും അല്ലെ? അപ്പൊ അതാണ് ആ ചിത്സ്വരൂപം, അത് നമ്മിലുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. മനീഷിയോന്തർദിസം നിവേശം സ്വശക്തി ഈ ഹരിയെ ആരൊക്കെ എങ്ങനെയൊക്കെ സാക്ഷാത്കരിക്കുന്നു എന്ന് പറയുകയാണ്. മഹത്വത്വം, അഹങ്കാരം, പ്രകൃതി, മനസ്സ്, പഞ്ചതന്മാക്കൾ, പഞ്ചഭൂതങ്ങളിലെ 9 വിധത്തിലും സത്വരജസ്തമോ ഗുണങ്ങള് എന്നീ 3 വിധത്തിലും ഇരിക്കുന്ന ഈ ഈശ്വര ശക്തികള് അജ്ഞാനം ഉള്ളവരുടെ ജ്ഞാനദൃഷ്ടിയെ മറയ്ക്കുന്നത് കൊണ്ട് അവർ ആ സത്വസ്വരൂപത്തിനെ സാക്ഷാത്കരിക്കുന്നില്ല. പക്ഷേ മനസ്സിനെ അടക്കാൻ സമർത്ഥരായ മനീഷികൾ അവര് ഹൃദയാന്തർഭാഗത്തില് നിശ്ചലമായിരിക്കുന്ന ആ പരമതത്വത്തിനെ അറിയുന്നു. എങ്ങനെയാണ്? ശ്രവണ മനന്യാസം കൊണ്ട് അവരത് അറിയുന്നു. അതാണ് നമ്മൾ പറഞ്ഞ ഹൃദയേ കേവലം ബ്രഹ്മമാത്രം അഹമഹമിതി സാക്ഷാൽ ആത്മരൂപേണ ഭാസി. ഈ അരണിയില് മറഞ്ഞിരിക്കുന്ന അഗ്നിയെ അരണി കടന്ന് പ്രകാശിപ്പിക്കുന്ന പോലെയാണ് ഈ പറയുന്ന തത്വജ്ഞാനികള് തത്വം മനസ്സിലാക്കി മനനം ചെയ്ത് അവരതിനെ സാക്ഷാത്കരിക്കുന്നത് എന്ന് പറയാണ്. സവൈ മമാശേഷ വിശേഷമായ നിഷേധ നിർവാണ സുഖാനുഭൂതി സസർവനാമാസജ വിശ്വരൂപ പ്രസീദാംനാമിരുക്ത ശക്തി. ഈ കാണുന്ന പ്രപഞ്ചം കാര്യകാരണ സ്വരൂപമായിട്ടിരിക്കുന്നത് മായ കൊണ്ടാണ്. ആ മായയും ആ മായാകാര്യങ്ങളും ഇവയൊന്നും ഇല്ലാത്തതാണ്, അതൊക്കെ മിഥ്യയാണ് എന്നറിഞ്ഞ് അതിനെയൊക്കെ നിഷേധിച്ചു കഴിഞ്ഞാൽ അവിടെ സച്ചിദാനന്ദ സ്വരൂപം കാണാൻ പറ്റും. ആ പ്രപഞ്ചത്തിൽ ഈ ബ്രഹ്മം പ്രപഞ്ചത്തെ സംബന്ധിക്കാതെ തന്നെ സകല നാമരൂപങ്ങളായിട്ട് ഇരിക്കുന്നത് ഈ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് ഭഗവാന്റെ ഇച്ഛ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ബ്രഹ്മാവും മായയും രണ്ടല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാനും പറ്റില്ല. ഈ ബ്രഹ്മം പ്രകൃതിയും പുരുഷനുമായി പിരിഞ്ഞിട്ട് പുരുഷന്റെ സാന്നിധ്യം കൊണ്ട് പ്രകൃതി പ്രകടമാകുകയാണ്, പ്രപഞ്ചമായിട്ട് പ്രകടമാകുകയാണ് പറയാണ്. യജ്ഞനിരുക്തം വചസാ നിരുക്തം ധിയാശദീർഘ മനസാവോദയസ്യ മാഗോ സ്വയം രൂപം ഗുരുണം സവൈ ഗുണാപായ വിസർഗലക്ഷണ. ഇനിയുള്ള 3 ശ്ലോകങ്ങൾ കൊണ്ട് സച്ചിദാനന്ദ സ്വരൂപമായിട്ട് മനീഷികൾക്ക് കണ്ടു എന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയാണ് നാമരൂപങ്ങളായിട്ട് കാണപ്പെടുന്നത് എന്ന് പറയാണ്. വാക്കിനാൽ യാതൊന്ന് പറയപ്പെടുന്നുവോ, ബുദ്ധിയാൽ യാതൊന്ന് നിശ്ചയിക്കപ്പെടുന്നുവോ, ഇന്ദ്രിയങ്ങൾ കൊണ്ട് യാതൊന്ന് ഗ്രഹിക്കുന്നുവോ, മനസ്സുകൊണ്ട് യാതൊന്ന് സങ്കല്പിക്കുന്നുവോ, അതൊന്നും ഭഗവാന്റെ വാസ്തവ സ്വരൂപമല്ല. അതൊക്കെ ഭഗവാന്റെ ഗുണസ്വരൂപമാണ്. ആ ഗുണകാര്യങ്ങളുടെ ഉദ്ഭവത്തിന്റെയും നാശത്തിന്റെയും അടിസ്ഥാനം ഭഗവാനാണ് എന്ന് പറയാണ്. യസ്മിൻ യദോ യേന ജയസ്യ തസ്മൈ യദ്യോ യഥാ ഭൂതകാര്യതേ ച പരാവരീഷാം പരമം പ്രസിദ്ധം തദ്ബ്രഹ്മ തദ്യേതു അനന്യദേഹം. ബ്രഹ്മം ഒന്നിനോടും
സംബന്ധിക്കാതെ ഇരിക്കുന്നുവെങ്കിലും മായ കൊണ്ട് എല്ലാമായിട്ട് എല്ലാ കാര്യത്തിലും കാര്യകാരണ ബന്ധുവായിട്ട് ഇരിക്കുകയാണ്. അതായത് ഈ ബ്രഹ്മാദികളായിട്ടുള്ള ഉത്കൃഷ്ട അങ്ങനെയുള്ളവരുടെ പോലും സൃഷ്ടിക്ക് കാരണം ഭഗവാനാണ് എന്ന് പറയാണ്. ഈ സ്വയം പ്രകാശ രൂപിയായ ബ്രഹ്മം രജസ്തമോ ഗുണങ്ങളോട് കൂടിയ പ്രകൃതിയെ കൂട്ടുപിടിച്ചിട്ട് അനേകം സൃഷ്ടികൾ ചെയ്യാണ്. ഈ ലോകം നിലനിൽക്കുന്നത് തന്നെ ആ ബ്രഹ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിനാൽ തന്നെ എല്ലാം ബ്രഹ്മസംബന്ധിയാണ്. അതുകൊണ്ട് സകലത്തിലും വ്യാപരിക്കുന്നതും എല്ലാവരും വ്യാപരിപ്പിക്കുന്നതും ആ ബ്രഹ്മം തന്നെയാണ്. അല്ലാതെ ബ്രഹ്മമല്ലാതെ ഇവിടെ മറ്റൊന്നില്ല, ദ്വൈതമില്ല എന്നർത്ഥം. യസ്രക്തയോ വദതാംവാദിനാം വൈ വിവാദ സംവാദോ ഭവന്തി കുർവന്തി ശൈഷാമുരാത്മമേഹം തസ്മൈ നമോ നന്ദഗുണായ ഭൂമി. ഈ ബ്രഹ്മം എല്ലാം ബ്രഹ്മമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ മതഭേദങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അതായത് ചിലർ പറയുന്നു ഈശ്വരൻ ഉണ്ട് എന്ന് പറയുന്നു, ചിലര് ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നു. അതിനൊക്കെ എന്താ കാരണം? മായ തന്നെയാണ് കാരണം. വിദ്യയും അവിദ്യയും എന്ന മായയുടെ പലതരത്തിലുള്ള ആ പരിണാമങ്ങൾക്ക് നമുക്ക് കണക്കില്ല. അത് കാരണമാണ് ഇല്ലാത്തതൊന്നും ഉണ്ട് എന്ന് പറഞ്ഞ് ബാധിക്കുന്നവരുടെ മനസ്സില് ഈ വിദ്യയും അവിദ്യയും വ്യാപരിക്കുന്നത് കൊണ്ടാണ് ഈ അവരുടെ വാദങ്ങൾ ഒരിക്കലും അസ്തമിക്കാതെ ഇരിക്കുന്നത്. അസ്തി നാസ്തി ച വസ്തുനിഷ്ഠയോ ഏകസ്തുതോയോ ഭിന്ന വിരുദ്ധ ധർമ്മയോ അവേക്ഷിതം കിഞ്ചന യോഗ സാഖ്യയോ സമം പരം ഹ്യനുകൂലം ബൃഹത്തത്. ഈ യോഗശാസ്ത്രത്തില് ഭഗവാനെ ഉപാസിക്കുന്നതിനായിട്ട് ഭഗവാന്റെ അംഗോപാംഗങ്ങളെയും അതേപോലെ ശംഖചക്ര ഗദ എന്ന് പറയുന്ന ആയുധങ്ങളെയൊക്കെ ഉണ്ടെന്നാണ് അവർ വിധിക്കുന്നത്. എന്നാൽ സാഖ്യശാസ്ത്രത്തില് ഈ പറഞ്ഞ പോലെ അംഗോപാംഗങ്ങളോ ആയുധങ്ങളോ ഒന്നുമില്ലാത്ത സർവവ്യാപിയായ സച്ചിദാനന്ദ കടയാണ് അവര് വിശ്വസിക്കുന്നത്. അപ്പൊ ഈ ഒരു പരമാർത്ഥ തത്വം ഉണ്ടെന്ന് രണ്ടു കൂട്ടരും സമ്മതിക്കുന്നുണ്ട്. അപ്പൊ ഇവര് അവയവങ്ങൾ ഉണ്ടെന്നും ഇല്ല എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ മാത്രമേ ഇവര് തമ്മിൽ വിയോജിപ്പുള്ളൂ. പക്ഷെ രണ്ടിലും ആസ്പദമായ വസ്തു ഒന്ന് തന്നെയാണ്. രണ്ടു കൂട്ടർക്കും ഒരു വസ്തു ഉണ്ടെന്നുള്ള കാര്യത്തില് യാതൊരു സംശയമില്ല. ഈ രണ്ടു വാദവും നിലനിൽക്കുന്നതിന്റെ അടിസ്ഥാനവും ഈ തത്വം തന്നെയാണ്. യോനുഗ്രഹാർത്ഥം ഭജതാപാദമൂലം അനാപരൂപോ ഭഗവാനന്ദ നാമാനുരൂപാണി ജയന്ന കർമ്മഭീവേജേ സമഖ്യം പരമപ്രസീദിതു. ഭഗവാൻ അപരിചിതനാണ്, നാമരൂപങ്ങൾ ഇല്ലാത്തവനാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞാൽ പോലും തന്നെ ഭജിക്കുന്നവരെ അനുഗ്രഹിക്കാനായിട്ട് ഭഗവാൻ പല അവതാരങ്ങളും കർമ്മങ്ങളും നാമരൂപങ്ങളും ഒക്കെ സ്വീകരിച്ചു. പച്ചക്കളി പവിഴപാൽ വർണ്ണമൊത്ത നിലം വിച്ചിപ്പവർക്കു ഷടാധാരം കടന്നുവരി വിശ്വസ്തി പ്രളയ സൃഷ്ടിക്ക് സത്വരജസ്തമോഭേദ രൂപഹരി നാരായണായ നമഃ. ഈ പച്ചക്കുളിയുടെ കടും പച്ച നിറവും തമോ ഗുണത്തെയും പഴത്തിന്റെ ചുവപ്പ് നിറം രജോ ഗുണത്തിന്റെയും പാലിന്റെ വെള്ള നിറം സത്വഗുണത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഈ മൂന്ന് നിറങ്ങളും ഒത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മൂന്ന് തുല്യമായിട്ടിരിക്കുന്നത്. ആ അവസ്ഥയാണ് നമ്മൾ പറയുന്ന ആ നിർവികാരാവസ്ഥ. ഈ സഗുണോപാസകരും നിർഗുണോപാസകർക്കും അതേപോലെ കുണ്ടലി യോഗം ചെയ്യുന്നവരുടെയും എല്ലാം കൂടിയായിട്ടാണ്, അവരുടെ മൂന്നുപേരുടെയും കൂടിയായിട്ടാണ് ഇത് പറയുന്നത്. ഗുണാതീതനായിരിക്കുമ്പോഴും സൃഷ്ടിക്ക് വേണ്ടി രജോഗുണത്തെയും സ്ഥിതിക്ക് വേണ്ടി സത്വഗുണത്തെയും അതേപോലെ ഇതിനു വേണ്ടിയിട്ട് തമോ ഗുണത്തെ ലയത്തിന് വേണ്ടിയിട്ടും ഭഗവാൻ ഈ മൂന്ന് ഗുണത്തെയും വെച്ചിട്ടാണ് ബ്രഹ്മ വിഷ്ണു ശിവൻ എന്നുള്ള മൂന്ന് അവതാരം എടുത്തത്. അപ്പൊ ഈ ഉപാസകനിലും നമ്മൾ ഈ പറയുന്നത് മൂന്ന് ഗുണങ്ങളുണ്ട്. നമ്മൾ ഉപാസകൻ ഉപാസിക്കാൻ തുടങ്ങുമ്പോഴും എന്തെങ്കിലും മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും ഉപാസന ആരംഭിക്കുന്നത്. ആ ഉപാസന ആരംഭിക്കുമ്പോൾ എല്ലാവർക്കും സത്വഗുണമാണ്. അത് പിന്നെ ഉയർന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്, നിർഗുണോപാസനയിലേക്ക് വരുന്നത്. അതാണ് നമ്മളിപ്പോൾ ഇവിടെ തിരുവമ്പാടിയിൽ കണ്ട് എല്ലാം ഭഗവാന്റെ സന്തോഷത്തിനായി വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് വേണം? സദ്ഗുണോപാസനയിൽ നിന്ന് തുടങ്ങണം. എന്നാലേ നിർഗുണോപാസന, അതായത് ശങ്കരാചാര്യരൊക്കെ നിർഗുണ വിശ്വാസിയാണ്. അതാണല്ലോ അദ്ദേഹം ഈ അദ്വൈതമൊക്കെ എഴുതിയത്. പക്ഷെ എന്നാലും നമുക്ക് വേണ്ടിയിട്ടാണ് ഈ കണ്ട പല ഭഗവാന്മാരെയും സ്തുതിച്ചുകൊണ്ടൊക്കെ എഴുതിയത്. അതായത് ആ ലെവലിലേക്ക് എത്താനാണ്. അപ്പോൾ നിങ്ങൾ നിർഗുണോപാസകൻ ആയാലും സദ്ഗുണോപാസന ആവാന്ന് പറയുന്നു.
അപ്പൊ ഇത് പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്ന കാർക്കശ്ശേരി ഭട്ടതിരിനെ. അദ്ദേഹത്തിനോട് ചോദിച്ചു, ഭട്ടതിരി എന്താ ഈ സന്ധ്യയായിട്ടും ഇത് ചെയ്യണില്ലല്ലോ, സന്ധ്യാവന്തനം ചെയ്യണില്ലല്ലോ എന്ന് പറയാം. അപ്പൊ ഭട്ടതിരി പറയാം, അതിന് സൂര്യൻ എന്താ പറയാ അസ്തമിച്ചാലല്ലേ, അതായത് മനസ്സിൽ എപ്പോഴും സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന ആൾക്ക് എന്ത് സന്ധ്യാവന്തനം, അങ്ങനെയുള്ളവർക്ക് കുളിയില്ല, ജപമില്ല, ഒന്നുമില്ല. ആ ഒരു നിലയാണ് ഇവിടെ പറയുന്നത്. ഈ സഖാമന്മാര് ഓക്കെ, അവരുടെ മനോരഥം സാധിപ്പാനായിട്ട്, അതായത് നമ്മളെ പോലെയുള്ളവരുടെയൊക്കെ മനോരഥം സാധിപ്പാനായിട്ട് മറ്റു ദേവതാ രൂപങ്ങളെ ഭജിക്കുന്നത് കൊണ്ട് തെറ്റുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല. എന്താ വെച്ചാല് അതാത് കാലത്തിലും ദേശത്തിലും ഒക്കെ അനുസരിച്ചിട്ട് ഉപാസനാമൂർത്തിയെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂർത്തിയെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്ന ജനങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിക്കുന്നതും ആ ഭഗവാൻ തന്നെയാണ് എന്ന് പറയണം. ഇക്കണ്ട വിശ്വമിതി ഇന്ദ്രിയ ദേവതകളും അർക്കേന്ദു അഗ്നികളും ത്രിമൂർത്തികളും അഗ്രേപുരുഷൻ മൂലമക്ഷരവും നാരായണായ നമ. ഈ കണ്ട വിശ്വവും ഇന്ദ്രൻ തുടങ്ങി ദേവതകളും സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, ത്രിമൂർത്തികള് ഇവരൊക്കെ ഈ വിജാ സ്വരൂപത്തിന്റെ ഭഗവാന്റെ ഭാഗമാണ്. ഇത് തന്നെയാണ് നമ്മൾ എന്തിന് കണ്ടത്, ഭഗവത്ഗീതയിലെ 11-ാം അധ്യായത്തില് അർജുനന് ഭഗവാൻ ഈ പറയുന്ന വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഭഗവാൻ ഇന്നും കൊടുക്കുന്നുണ്ട്, ഒരു ചക്ഷുഷ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കാണാൻ പറ്റിയത്. നമുക്ക് ഈ പറയുന്ന ചക്ഷുഷില്ലാത്തതാണ്, നമുക്ക് ഇത് ഒരു മഹാസങ്കല്പം മാത്രമാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, നമ്മൾ വിരാട് സ്വരൂപത്തിന്റെ വർണ്ണനയൊക്കെ കണ്ടിട്ട് ഈ വിരാട് സ്വരൂപത്തിന്റെ ഭാഗങ്ങളാണ് എല്ലാ അംഗങ്ങളാണല്ലോ ഓരോ ദേവതകളും. അപ്പൊ നിങ്ങൾ ഏത് ദേവതയെ പൂജിച്ചാലും അത് എവിടേക്കാണ്, വിരാട് സ്വരൂപത്തിലേക്കാണ്. അതായത് എല്ലാ നദിയും പോയി ചേരണത് എവിടേക്കാണ്, സമുദ്രത്തിലേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ദക്ഷൻ ഭഗവാനെ സ്തുതിച്ചു. ഭഗവാന് സന്തോഷമായി, ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഇത് ഞാൻ ജയലക്ഷ്മി ടീച്ചറുടെ പാദത്തിലും ഗുരുക്കന്മാരായ എല്ലാവരുടെ പാദത്തിലും കൃഷ്ണമാമാവിനും അമൃതാക്കളായ നിങ്ങൾക്ക് എല്ലാവർക്കും സമർപ്പിക്കണം. കായേന വാചാ മനസേന്ദ്രിയാ വാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.